വീണ്ടും നാം ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പവർ വിഷനോട് ചേർന്ന് തിരുവചനം ധ്യാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സന്തോഷമായിട്ടേ നമുക്കിരിക്കാൻ പറ്റുള്ളൂ. ഏതെല്ലാം സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും കർത്താവിൽ സന്തോഷിക്കുവാൻ നാം പഠിച്ചവരാണ്. ഇന്നത്തെ വചനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 20-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ അവർ കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വളരെ ചേർന്ന് വരുന്ന മറ്റൊരു വചനം ദൈവം നമുക്ക് തരികയാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യനിൽ ആശ്രയിക്കുന്നവർ വീണു പോകുന്നു, ധനത്തിൽ ആശ്രയിക്കുന്നവർ വീണു പോകുന്നു, രഥത്തിൽ ആശ്രയിക്കുന്നവരും കുതിരയിൽ ആശ്രയിക്കുന്നവരും വീണു പോകുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നിൽക്കുന്നു. അപ്പോൾ തന്നെ അവൻ ചില ദിവസം കഴിയുമ്പോൾ അവനാണ് നിൽക്കുന്നത് എന്ന് തോന്നും. അവനെ നിർത്തിയതാണെന്ന് അവൻ മറന്നുപോകും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ശരിക്കും നിൽക്കുകയല്ല, ദൈവം അവനെ നിർത്തുകയാണ്. ദൈവം ഒരാളെ നിർത്തിയിരിക്കുന്നത് മറ്റാർക്കും കാണാൻ പറ്റാത്ത വിധത്തിലാണ്. ദൈവമാണ് നിർത്തിയിരിക്കുന്നതെന്ന് ആർക്കും പിടികിട്ടില്ല. അവരിങ്ങനെ തല പുകഞ്ഞന്വേഷിക്കും, എന്താണ് ഇവളുടെ വിജയരഹസ്യം, എന്താണ് ഇവൻ്റെ വിജയരഹസ്യം, ഇവൻ എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ ജയിക്കുന്നത് എന്ന് എല്ലാവരും കൊതിയോടെ കാണാൻ ശ്രമിക്കും, ഉറ്റുനോക്കും. അവൻ അവൻ്റെ കഴിവിലല്ല നിൽക്കുന്നത്, അവൾ അവളുടെ കഴിവിലല്ല നിൽക്കുന്നത്. അവനെ ഒരാൾ താങ്ങി നിർത്തിയിരിക്കും. പട്ടം പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? തനിയെ പറക്കുകയാണെന്നേ തോന്നുള്ളൂ. പക്ഷേ ശ്രദ്ധിച്ചാൽ ആ മണൽപ്പരപ്പിൽ എവിടെയോ ഒരു കുട്ടി പട്ടത്തിൻ്റെ നൂല് പിടിച്ചുകൊണ്ട് കറങ്ങി നടപ്പുണ്ട്. ആ ഒരു നൂലിലാണ് അത് നിൽക്കുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണ്. ആ നൂല് പൊട്ടിയാൽ പട്ടം പോയി. പട്ടത്തിന് പോലും അതറിയാമോന്നറിയില്ല. പട്ടം ഒരു വ്യക്തിയല്ലല്ലോ. ശ്രദ്ധിച്ചാലും നിൽക്കുന്നു എന്ന് തോന്നുന്നത് നല്ലതല്ല. അങ്ങനെ തോന്നിയവരെല്ലാം വീഴുകയല്ല, തലകുത്തി വീണു. തിരിച്ചു വരാൻ പറ്റാത്ത പോലെ വീണുപോയി. തോന്നുക, ഞാനാണ് നിൽക്കുന്നത്, എനിക്ക് കഴിവുണ്ട്. ആ ഒരു തോന്നൽ സ്വയത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് ധനമുണ്ടായിരിക്കാം, ആവശ്യത്തിന് അധികം ആരോഗ്യം ഉണ്ടായിരിക്കാം, നല്ല ജനപിന്തുണയുണ്ടായിരിക്കും, നല്ല ഭദ്രമായ തൊഴിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇതൊന്നും നിലനിൽക്കത്തില്ല. പെട്ടെന്ന്
നിങ്ങളുടെ എല്ലാ പിടിയും വിട്ടു. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, ആ തോന്നൽ വലിയ അപകടമാണ്. പിന്നെ എന്താണ് തോന്നേണ്ടത്? നിർത്തിയിരിക്കുക. നിർത്തിയതാണെന്നെ, നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണെന്നെ, നിന്നതല്ല ഞാൻ, എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ, എത്ര നാൾ പാർത്തിടണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ഇങ്ങനെ പോകുന്നു ആ പാട്ട്. അതുകൊണ്ട് ഈ ചിന്താവിഷയം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നിൽക്കുകയാണെന്ന് തോന്നരുതേ. സർവശക്തൻ നിർത്തിയതാണ്. ഈ ശ്വാസം പുറത്തേക്ക് വിട്ടു, വീണ്ടും എടുക്കാൻ ദൈവം അനുവദിക്കും. നിങ്ങൾ നിൽക്കുകയല്ല, നിങ്ങൾ നിർത്തിയിരിക്കുകയാണ്. നന്ദിയുള്ളവരായിരിക്കുക. ഗോഡ് ബ്ലസ് യു.